സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ MBBS വിദ്യാർത്ഥികളുടെ ഫീസ് പുതുക്കി നിശ്ചയിക്കണമെന്ന് ഹൈക്കോടതി. 2 മാസത്തിനുള്ളിൽ പുതിയ ഫീസ് ഘടന തീരുമാനിക്കണം. സംസ്ഥാനത്തെ 21 സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജിയിലാണ് വിധി. കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, സ്വാശ്രയ മാനേജ്മെന്റുകളുടെ നിലപാടിന് അനുകൂലമായി ഹൈക്കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? വിശദാംശങ്ങൾ എന്താണ്? അനീഷ്, കേൾക്കാമോ? സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ MBBS വിദ്യാർത്ഥികളുടെ ഫീസ് പുതുക്കി നിശ്ചയിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. 2 മാസത്തിനുള്ളിൽ പുതിയ ഫീസ് ഘടന തീരുമാനിക്കണം എന്നാണ് കോടതി നിർദ്ദേശം. സംസ്ഥാനത്തെ 21 സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജിയിലാണ് വിധി. ഇപ്പോൾ ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് പര്യാപ്തമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തെ 21 സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ കോടതിയെ സമീപിച്ചത്. കണ്ണൂർ, കരുണ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്വാശ്രയ മെഡിക്കൽ കോളേജുകളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഫീസ് ഘടന പര്യാപ്തമല്ല എന്നതാണ് സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാട്ടിയ കാര്യം. നേരത്തെ ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ ഫീസ് 5 ലക്ഷത്തിൽ പരം രൂപയായി ഉയർത്തിയിരുന്നു. എന്നാൽ 11 ലക്ഷത്തിൽ പരം രൂപ ഫീസായി പിരിക്കണം എന്നതാണ് സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ആവശ്യം. ഇതിലാണ് കോടതിയുടെ നിർണായക ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ MBBS വിദ്യാർത്ഥികളുടെ ഫീസ് പുതുക്കി നിശ്ചയിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. ഏതാണ്ട് 4 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയം എന്ന് തന്നെ പറയാം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ആവശ്യത്തിന് അനുകൂലമായി ഒരു വിധി കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? സാങ്കേതികമായും പൂർണ്ണമായും സ്വാശ്രയ കോളേജുകൾക്ക് അനുകൂലമായ വിധി എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഉത്തരവിന്റെ കൂടുതൽ ഭാഗങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് ഈ ഫീസ് ഘടന വീണ്ടും പുതുക്കി നിശ്ചയിക്കണം എന്നാണ്. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഇതിനായി വീണ്ടും യോഗം ചേർന്ന് ആ ഫീസ് പുതുക്കി നിശ്ചയിക്കണം എന്നാണ്. നിലവിലെ നിശ്ചയിച്ച കമ്മിറ്റിക്ക് കോറം തികഞ്ഞിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ സാങ്കേതികമായി ഈ നിശ്ചയിച്ച ഫീസ് ഘടന നിലനിൽക്കില്ല എന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് ജസ്റ്റിസ് രാജേന്ദ്രൻ കമ്മിറ്റി വീണ്ടും യോഗം ചേർന്ന ശേഷം വീണ്ടും ഈ ഫീസ് ഘടന പുതുക്കി നിശ്ചയിച്ച നിലവിലെ ഘടന തന്നെ വീണ്ടും പുതുക്കി നിശ്ചയിക്കുന്നതിനും വിരോധമില്ല. അതായത് പുതിയ ഘടനയിലേക്ക് അല്ലെങ്കിൽ ഫീസ് ഉയർത്തണമെന്ന നിർദ്ദേശം ഈ ഉത്തരവിൽ പറയുന്നില്ല. ഒരുപക്ഷെ വേണമെങ്കിൽ കോളേജുകളുടെ വാർഡ് കൂടി അംഗീകരിച്ച കമ്മിറ്റിക്ക് വേണമെങ്കിൽ ഫീസ് ഘടന പുതുക്കി കൂട്ടി നിശ്ചയിക്കാം. ഇല്ലെങ്കിലും കമ്മിറ്റി ഒരു ഘടന നിശ്ചയിച്ചാൽ ആ ഘടന എന്നാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അനീഷ്, ഇപ്പോഴത്തെ ഫീസ് ഘടന നിയമാനുസൃതമല്ല എന്നാണോ കോടതി എത്തിയിരിക്കുന്ന നിഗമനം? തീർച്ചയായും കോടതിയുടെ വിധിയിൽ നിന്നും അതാണ്, ഈ ഉത്തരവിൽ നിന്നും ഇപ്പോൾ നമുക്ക് അതാണ് മനസ്സിലാകുന്നത്. 2017-2018 4.85 ലക്ഷം രൂപയും 2018-2019 5.65 ലക്ഷവുമാണ് വാർഷിക ഫീസായി സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കായി ഫീസ് കമ്മിറ്റി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ ഫീസ് ഘടന തീരുമാനിച്ച കമ്മിറ്റിക്ക് മതിയായ കോറം തികഞ്ഞിരുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 10 അംഗങ്ങൾ അടങ്ങുന്ന കമ്മിറ്റിയാണ് ചേർന്ന് ഇത്തരത്തിലൊരു തീരുമാനം. ശരി, ഞാൻ അനീഷിലേക്ക് തിരിച്ചു വരാം. SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് ജേക്ക് സി തോമസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ജേക്ക്, സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ MBBS വിദ്യാർത്ഥികളുടെ ഫീസ് പുതുക്കി നിശ്ചയിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ നൽകിയ ഹർജിയിലാണ് കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്താണ് പ്രതികരണം? പ്രാഥമിക അർത്ഥത്തിൽ തന്നെ അതൊരു നിർഭാഗ്യകരമായ വിധിയാണ്. വിധിക്കെതിരെ ഞാൻ മനസ്സിലാക്കുന്നത് എത്രയും വേഗം സർക്കാർ അപ്പീൽ പോകേണ്ട ഒരു വിധി കൂടിയാണ്. പക്ഷേ ജയ്ക്ക്, ഇത് സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ വിധി എന്ന് പറയാൻ കഴിയില്ല, അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് എന്നും പറയാൻ കഴിയില്ല എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇപ്പോഴത്തെ ഫീസ് ഘടന അത് പരിശോധിക്കണം എന്ന നിലയിലാണ് കോടതി ഉത്തരവെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതാണ് ഞാൻ അതിലേക്കാണ് വരാൻ ആഗ്രഹിച്ചത്. ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം അതത് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ പഠിച്ചിട്ട് ഫീസ് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഫീ റെഗുലേറ്ററി കമ്മീഷൻ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് രൂപീകൃതമായത്. കേരളത്തിലെ തരത്തിൽ രാജേന്ദ്ര ബാബു അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ് ഫീ റെഗുലേറ്ററി കമ്മിറ്റിയായിട്ട് അധികാരമേൽക്കുകയും ഫീസ് നിർണ്ണയം നടത്തുകയും ചെയ്തത്. ഈ 5.5 ലക്ഷം എന്ന് നിജപ്പെടുത്തിയ ഫീസിനോട് പോലും കേരളത്തിൽ SFI ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും കടുത്ത എതിർപ്പ് ആ ഫീസിനോട് പോലും ഉണ്ടായിരുന്നു. എന്തായാലും വിധിയുടെ മറ്റ് വിശദാംശങ്ങൾ സമഗ്രമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രാഥമിക അർത്ഥത്തിൽ ഒരു പുനഃപരിശോധന നടക്കുവാൻ ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഫീസ് വർദ്ധിപ്പിക്കുന്ന നിലയിലുള്ള FRCയുടെ അല്ലെങ്കിൽ
ഏത് തരത്തിലുള്ള തീരുമാനത്തോടും ഉജ്ജ്വലമായ ഒരു സമരത്തിലൂടെ മാത്രമല്ലാതെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ജയ്ക്ക്, കഴിഞ്ഞ തവണ ഫീസ് നിശ്ചയിക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ആ ഫീസ് ഘടന അതുപോലെ പിന്തുടർന്നു വരികയായിരുന്നു. ഇപ്പോൾ അതിൽ കൂടുതൽ ഫീസ് വർദ്ധിക്കാനുള്ള സാധ്യതയാണോ ഇപ്പോൾ ഈ വിധിയിലൂടെ ഒരുങ്ങുന്നത്? ഞാനതാണ് പറഞ്ഞത്. വിധിയുടെ സമഗ്രമായ മറ്റു വിശദാംശങ്ങൾ കൂടുതൽ പഠിച്ചതിന് ശേഷമാണ് അത്തരം പ്രതികരണങ്ങൾ സാധ്യമാകുക. പക്ഷെ എന്തു തന്നെയായാലും FRCയുടെ ഈ 5.5 ലക്ഷം എന്ന് പറയുന്ന പ്രാഥമികമായ ഫീസിനോട് പോലും, എന്ന് വെച്ചാൽ ഇപ്പോൾ മാനേജ്മെന്റുകൾ കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള അടിസ്ഥാന ഫീസ് നിരക്ക് പോലും SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ മാർച്ച് നടത്തി സർക്കാരിനെതിരെ സമരത്തിന് നേതൃത്വമായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് ഇനിയൊരു പുതുക്കിയ ഫീസ് നിശ്ചയിക്കുക എന്നുള്ളത് കടുത്ത അനീതിയായിരിക്കും. അത് ഏത് കോടതി ഉത്തരവിന്റെ മറവിലാണെങ്കിലും അത് ആശ്വാസകരമായ ഒന്നായിരിക്കില്ല. അത് വെച്ച് ഉറപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒന്നുമായിരിക്കില്ല. ഒരു കാര്യം കൂടി ജയ്ക്ക്, നിലവിലെ ഫീസ് നിശ്ചയിച്ച കമ്മിറ്റിക്ക് ക്വാറം തികഞ്ഞിരുന്നില്ല എന്ന സാങ്കേതികമായ കാരണം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാങ്കേതികമായ കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ച് ഇതൊരു അവസരമാക്കി എടുക്കാൻ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് ഒരു അവസരം സൃഷ്ടിക്കപ്പെടുകയായിരുന്നോ? അതൊരു പിഴവായി തോന്നുന്നില്ലേ? അത്തരത്തിലുള്ള വാദങ്ങൾ എത്രമാത്രം വസ്തുതാപരമാണെന്നുള്ളത് പരിശോധിക്കപ്പെടണം. കാരണം ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു വാദം വളരെ പ്രധാനപ്പെട്ടതായി ആ സമയത്ത് തന്നെ MES ഉൾപ്പെടെയുള്ള മാനേജ്മെന്റുകൾ ഈ FRCയുടെ രൂപീകരണ ഘട്ടത്തിൽ തന്നെ ചില പ്രയാസങ്ങൾ ഉന്നയിച്ചിരുന്നു. നിയമപരമായി സുപ്രീം കോടതിയുടെ പരിപൂർണമായ നിർദ്ദേശങ്ങളെ അനുസരിച്ച് അത്രയും അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടല്ല FRC ഫീസ് നിശ്ചയിച്ചത് എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ തന്നെ പുതിയൊരു ഓർഡർ ഇറക്കുകയും അതേപോലെ തന്നെ ആവശ്യമായ അംഗങ്ങളെ ആരോഗ്യ സെക്രട്ടറിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് FRC വിപുലപ്പെടുത്തുകയും സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമുള്ള മിനിമം കമ്മിറ്റി അംഗങ്ങളുടെ അടിസ്ഥാന യോഗ്യത പാലിച്ചിട്ടാണ് 5 ലക്ഷം എന്ന് പറയുന്ന ഫീസിലേക്ക് FRC എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള ഇത്തരത്തിൽ അടിസ്ഥാന യോഗ്യത ഇല്ല, അല്ലെങ്കിൽ മതിയായ എണ്ണത്തിലേക്ക് പ്രാഥമികമായി എത്തിയിട്ടില്ല എന്ന വാദത്തെക്കുറിച്ച് എനിക്കറിയില്ല. അത് എത്ര വസ്തുതാപരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, വളരെ നന്ദി ജെയ്സി തോമസ് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ M. ഷാജിർ ഖാൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷാജിർ ഖാൻ, സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഫീസ് പുതുക്കി നിശ്ചയിക്കണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആത്യന്തികമായി ഫീസ് വർദ്ധിക്കാൻ തന്നെയായിരിക്കുമോ ഇത് ഇടയാക്കുക? അല്ല, അത് ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കുന്നു, ഏത് വിഷയത്തെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഫീസ് വർധനവിനെ സംബന്ധിച്ച്. പക്ഷെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണല്ലോ പൊതുവിൽ എല്ലാ തീരുമാനങ്ങളും ഏറ്റവും ഒടുവിൽ വന്ന് ചേരുക വർധനവിലാണ് വന്ന് കലാശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ അപകട സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നത് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ തവണ ഫീ റെഗുലേറ്ററി കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി നിയോഗിച്ച കമ്മീഷൻ യഥാർത്ഥത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നു. അതിനെ തുടർന്ന് പിന്നീട് അത് കമ്മിറ്റിയിൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി. പക്ഷേ ഫീസ് ഉയർന്നത് തന്നെയാണല്ലോ തീരുമാനിക്കപ്പെട്ടത്. 5.5 ലക്ഷം എന്ന് പറയുന്നതും ഉയർന്ന ഫീസ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഫീസ് പുനർനിർണയിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, അത് പരമാവധി ഏറ്റവും റീസണബിൾ ആയ ഒരു നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ സമീപനം അനുസരിച്ചാണ് ഫീ റെഗുലേറ്ററി കമ്മീഷൻ പലപ്പോഴും ഫീസ് നിശ്ചയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ചൂണ്ടിക്കാട്ടിയുള്ള സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ഹർജിയിലാണല്ലോ ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അതിനകത്തൊരു അപകട സാധ്യതയുണ്ട്. കാരണം ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളതിലേക്ക് ആണ് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഒത്താശ എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഈ മെഡിക്കൽ ഫീസ് വർധനവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ തവണയും അന്യായമായ വിധത്തിൽ ഫീസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചത് വഴിയാണ് അത് ഉയർന്നു പോയത്. അപ്പൊ ഫീ റെഗുലേറ്ററി കമ്മീഷൻ പോലും അവസാനം ബലിയാടാവുകയാണ് ചെയ്തത്. കാരണം ആ കമ്മീഷന് പോലും യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വന്നു. അവരുടെ പോലും പിടിയിലല്ല. കാരണം അതിനപ്പുറത്തേക്ക് ധാരണകൾ ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട വകുപ്പിലെ മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള മാനേജ്മെന്റുകളുമായി ഉണ്ടാകുന്ന ധാരണ പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷെ ഇത്തവണ അങ്ങനത്തെ സ്ഥിതി വരാൻ പാടില്ല. അതുകൊണ്ട് ഗവൺമെന്റ് തീർച്ചയായിട്ടും അതിനകത്തൊരു നിലപാട് സ്വീകരിക്കണം. കാരണം ഫീസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസം സാധാരണക്കാരന് അപ്രാപ്യമാക്കും എന്നുള്ളതാണല്ലോ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം അവിടാണ്. അപ്പൊ അവിടെ ഏറ്റവും മിനിമം നിരക്കിൽ എങ്ങനെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് വേണം ആലോചിക്കാൻ. അവിടെ കോടതി വിധി എന്തുമാകട്ടെ, പക്ഷെ ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കുകയും ആ ധാരണ പ്രകാരം നീങ്ങുകയും ചെയ്താൽ മാത്രമേ ഒരു സ്റ്റാൻഡ് ധാരണ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റുമായി ഉണ്ടാക്കുന്ന ഈ ധാരണയെക്കുറിച്ചല്ല ഈ പറയുന്നത്, മറിച്ച് ഒരു ന്യായയുക്തമായ ഫീസ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് ഗവൺമെന്റ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ അതിന് പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാവും. പക്ഷെ നേരെ വിപരീതമായി മാനേജ്മെന്റുകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഒരു പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുന്നതും ഉയർന്ന ഫീസ് ഘടന എന്നുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വരുന്നത്. അപ്പൊ അതിൽ ഒരു മാറ്റം വരുത്തുന്നതിന്
ഗവൺമെന്റാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. ശരി, എന്തായാലും തീരുമാനം ഗവൺമെന്റിന്റേതാണ്, ഫീസ് റെഗുലേറ്ററി കമ്മീഷന്റേതാണ്. അത് വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. വളരെ നന്ദി ശ്രീ ഷാജിർ ഖാൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ അഭിജിത്ത്, സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഫീസ് പുതുക്കി നിശ്ചയിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഫീസ് വർദ്ധിക്കാനുള്ള സാഹചര്യമാണോ ഒരുങ്ങുന്നത്? കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ വ്യാപകമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഫീസ് വർധനവാണ് സ്വാശ്രയ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മൾ പല തവണ ചർച്ച ചെയ്ത കാര്യമാണ്. ഈ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ രാജ്യത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനം നീതിയുക്തമാകണം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നീറ്റ് പ്രവേശനം സാധ്യമാക്കിയത്. പക്ഷെ കേരളത്തിൽ മാത്രം അത് നീറ്റ് പ്രവേശനമാവുകയാണ്. നീറ്റ് പ്രവേശനം എന്നുള്ളത് ഏകീകൃത പ്രവേശനം എന്നുള്ളത് ഏകീകൃത ഫീസ് ആവുകയാണ്. നമ്മൾ കണ്ടല്ലോ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇന്നും സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇന്നും 5 ലക്ഷം രൂപയ്ക്ക് കുട്ടികൾ പഠിക്കേണ്ട സാഹചര്യം, അത് തന്നെ താങ്ങാൻ കഴിയാത്തൊരു ഫീസാണ്. ഒരു വർഷത്തേക്ക് 5 ലക്ഷം എന്നുള്ളത് 5 വർഷത്തേക്ക് 25 ലക്ഷം രൂപ ഫീസ് ഇനത്തിൽ മാത്രം കൊടുക്കേണ്ട സാഹചര്യം വരികയാണ്. ഇവിടെ ഒരു 5 വർഷക്കാലത്തേക്ക് 1,25,000 കൊടുത്തിരുന്ന കുട്ടിയാണ് 25 ലക്ഷം രൂപ കൊടുക്കേണ്ട സാഹചര്യം വന്നത് എന്നും ആ ഒരു സാഹചര്യത്തെ ഉണ്ടാക്കിയെടുത്തത് സൃഷ്ടിച്ചത് കേരളത്തിലെ സർക്കാരാണ് എന്നും നമുക്ക് ബോധ്യമുണ്ട്. അഭിജിത്ത്, ഇപ്പോഴും ബോൾ സർക്കാരിന്റെ കോർട്ടിൽ തന്നെയാണ്. പുതുക്കി നിശ്ചയിക്കൂ എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും വരാം. ഫീസ് വർദ്ധിക്കുന്ന സാഹചര്യം വരാം, അല്ലെങ്കിൽ മുൻകാലത്ത് ഉണ്ടായിരിക്കുന്ന പിഴവുകൾ നികത്തി ഒരുപക്ഷെ വേണമെങ്കിൽ ഫീസ് കുറയ്ക്കുകയും ആകാമെന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെ ഒരു സമീപനം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഫീസ് വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? അല്ല, ഒരു കാരണവും ഇനിയൊരു ഫീസ് വർധനവ് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇപ്പം തന്നെ മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികൾ അഡ്മിഷൻ ലഭിക്കാതെ പുറത്തു പോയിരിക്കുകയാണ്. ഇപ്പോഴും അർഹതപ്പെട്ട് പഠിച്ച് കഷ്ടപ്പെട്ട കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കേണ്ട സർക്കാർ അത് കൊടുക്കാതെ കുട്ടികളെ പുറത്തു നിർത്തി. ഇനിയും ഇത് ഫീസ് വർദ്ധിപ്പിക്കുക, ഇനിയും ഇതേപോലെ ഇപ്പം തുടരുന്ന അതേ സമീപനം, മാനേജ്മെന്റുകൾക്ക് അനുസൃതമായ സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചാൽ കുട്ടികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം വെറും സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും. അതുകൊണ്ട് ഈ കുട്ടികളുടെ കണ്ണീര് കാണാൻ, ഇത്രയും കാലം പുറത്താക്കപ്പെട്ട കുട്ടികളുടെ കണ്ണീര് കാണാൻ, ഇനിയും ഈ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ കണ്ണീര് വീഴാതിരിക്കാൻ ഈ സർക്കാർ അടിയന്തരമായി ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്ന പോലെ ഹൈക്കോടതിയിൽ കൃത്യമായ ധാരണ കൊടുക്കണം. മാനേജ്മെന്റുകൾ പറയുന്നിടത്തല്ല വസ്തുത. ഇവിടെ വസ്തുത ഇപ്പുറത്തുള്ള ഗവൺമെന്റിന്റെ അടുത്ത് കുട്ടികളുടെ ഭാഗത്ത് നീതി ഇരിക്കെ അത് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. മാനേജ്മെന്റുകൾക്ക് കുഴലൂത്ത് പാടുന്ന സമീപനം ഗവൺമെന്റ് അവസാനിപ്പിക്കണം. ഫീസ് ഒരു തരത്തിലും ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കില്ല. ഒരുപാട് സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തതാണ്. സമരങ്ങൾ കാണണം എന്ന് കരുതേണ്ട ഗവൺമെന്റുകൾ കണ്ടില്ലെന്ന് നടിച്ചതും നമ്മൾ കണ്ടതാണ്. ഇനിയൊരു ഫീസ് വർധനവിലേക്ക് പോയാൽ വലിയ പ്രക്ഷോഭം കേരളത്തിൽ ഉണ്ടാകും. അത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അണിനിരത്തി വലിയ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അതിന്റെ കൂടെ സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികൾ അവരോട് ഗവൺമെന്റ് പറഞ്ഞിരുന്നത് ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കും. ആ സ്കോളർഷിപ്പിനുള്ള തുക ഇവിടത്തെ NRI കോട്ടയിൽ നിന്ന് വാങ്ങി ആ തുക പോലും ഇപ്പൊ കയ്യിൽ വെച്ചിട്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ MBBS വിദ്യാർത്ഥികളുടെ ഫീസ് പുതുക്കി നിശ്ചയിക്കണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്.